നമസ്കാരം. ശ്രീരാമൻ എന്ന പേര് വിൽപ്പന ചരക്കാക്കി മാറ്റി. വിവാദ പരാമർശവുമായി കഥാകൃത്ത് ടി പത്മനാഭൻ. ബി.ജെ.പിക്കെതിരെയും പി.ടി. ഉഷയ്ക്കെതിരെയുമാണ് ടി പത്മനാഭന്റെ വിവാദ പരാമർശം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് ശ്രീരാമന്റെ പേരും അയോധ്യയിലെ ക്ഷേത്രവുമായിരിക്കുമെന്ന രീതിയിലാണ് പത്മനാഭന്റെ പരാമർശം. ശ്രീരാമന്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ, പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീരാം എന്ന് പറഞ്ഞില്ലെങ്കിൽ, അഭിവാദ്യം ചെയ്തില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടാണ് കേരളമെന്നും അദ്ദേഹം പറയുന്നു. അത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറച്ചു പറയുകയാണ് ടി പത്മനാഭൻ. ഇനി അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും എം.എ. ബേബിയൊക്കെ വളരെ സൂക്ഷിച്ചു കൊള്ളുക എന്നും ഈ തുറുപ്പ് ചീട്ട് വെച്ചായിരിക്കും അവരുടെ കളിയെന്നും എന്റെ അറിവിൽ ഏറ്റവും വലിയ രാമഭക്തൻ ഒരാളെയുള്ളൂ എന്നും പേര് ഗാന്ധിയാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു. ആ സാധു മനുഷ്യൻ ജീവിതത്തിൽ ഒറ്റ സിനിമയെ കണ്ടിട്ടുള്ളൂ, വിജയ് ഭട്ടിന്റെ രാമരാജ്യം. അന്ത്യശ്വാസം വലിക്കുമ്പോൾ അദ്ദേഹം 2 വാക്കുകൾ മാത്രമേ ഉച്ചരിച്ചുള്ളൂ. ഇതായിരുന്നു ടി പത്മനാഭന്റെ പരാമർശം. അതുമാത്രമല്ല, ഗായിക ചിത്രയ്ക്കെതിരെ നടത്തിയ രാഷ്ട്രീയ സൈബർ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ സൈബർ കമ്മികൾക്ക് പി.ടി. ഉഷയെ ഇരയാക്കി നൽകിയിരിക്കുകയാണ് ടി പത്മനാഭൻ. ഹേ റാം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കേരളത്തിൽ നിന്ന് പോയ പ്രമുഖ ഓട്ടക്കാരിയാണ് പി.ടി. ഉഷ. ഏതൊക്കെ ശ്രീരാമനെ പറ്റിയാണ് പി.ടി. ഉഷ വായിച്ചിട്ടുള്ളത്? ഏതൊക്കെ തുഞ്ചത്തെഴുത്തച്ഛന്മാരുടെ ആധ്യാത്മ രാമായണങ്ങളാണ് പി.ടി. ഉഷ വായിച്ചതെന്ന് എനിക്കറിയില്ല. ഇതായിരുന്നു ടി പത്മനാഭൻ പി.ടി. ഉഷയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരി എന്ന നിലയിലാണ് പി.ടി. ഉഷയെ അയോധ്യയിലേക്ക് ക്ഷണിച്ചത്. ആ ഒരു സന്തോഷവേളയിൽ അവർ പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പിനെ കുറിച്ചായിരുന്നു ടി പത്മനാഭന്റെ പരാമർശം. എന്നാൽ അദ്ദേഹം ഈ പറയുന്ന പരാമർശത്തിനെല്ലാം വസ്തുത എന്താണ് എന്ന് ജനങ്ങൾ ചോദിച്ചു പോകുകയാണ്. കേരളത്തിൽ എവിടെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്യാത്തതിന്റെ പേരിൽ ഒരാളെ കുത്തിക്കൊന്നതെന്ന് അദ്ദേഹം തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ വാക്പോരിനിടെ ഇത്തരം വൈകാരിക വാക്കുകൾ എടുത്തിട്ട് മനസ്സിൽ ദേഷ്യമില്ലാത്തവർക്കുള്ളിലേക്ക് പോലും വിദ്വേഷം പരത്തുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഓരോ പരാമർശവും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പി.ടി. ഉഷയെ പോലൊരു വ്യക്തി തികച്ചും അവരുടെ വ്യക്തിപരമായ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിന്റെ പേരിൽ അവരെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ടി പത്മനാഭന്റെ പരാമർശം. ഇന്ത്യൻ ഭരണഘടനയിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും എല്ലാം പറയുന്നുണ്ട്. എങ്കിലും കേരളത്തിലെത്തുമ്പോൾ ഇതിന്റെ എല്ലാം കാര്യം വിപരീതമായി മാറുകയാണ്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് പി.ടി. ഉഷ, കേരളത്തിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചിത്ര, നടി ശോഭന എന്നിവരെല്ലാം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ഗായിക കെ.എസ്. ചിത്രയ്ക്കെതിരെ ഉയർന്ന വിമർശനം നാം എല്ലാം കണ്ടതാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ചിത്രയെ മോശമായ രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യുകയായിരുന്നു സൈബർ കമ്മികൾ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എത്തിയതിനാണ് നടി ശോഭനയ്ക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ഈ പറയുന്ന എനിക്കായാലും ചിത്രയ്ക്കായാലും ടി പത്മനാഭനായാലും ആർക്കായാലും വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കരുതി ഒരാളുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശമായി അതിനെ കാണരുത്. മനുഷ്യർക്കിടയിലേക്ക് വിദ്വേഷം പ്രചരിപ്പിച്ച് കൊണ്ടുവരരുത് എന്നതാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുക. എന്തായാലും ടി പത്മനാഭൻ ഉറച്ചു പറഞ്ഞ ജയ് ശ്രീരാം വിളിക്കാത്തതിന് ആക്രമിക്കപ്പെട്ട ആ കേരളം ഏതാണ് എന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രം പറയുന്ന പാർട്ടിയിലെ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും വസ്തുതാപരമായിരിക്കും. അതിനാൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പരാമർശം, അതായത് ജയ് ശ്രീരാം വിളിക്കാത്തതിന് കേരളത്തിൽ ആരെയൊക്കെയോ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നുള്ള പരാമർശം, അത് എവിടെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നതെല്ലാം അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു.